ഡേ 6 ആണ് ഇന്ന്. റോഡ് ടു സക്സസ്, അതായത് സോഷ്യോളജിയിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തരുന്ന ഒരു സെക്ഷൻ ആണ് ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഈ സെക്ഷൻ ലീഡ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് നിങ്ങളുടെ സോഷ്യോളജിയുടെ തന്നെ ഫാക്കൽറ്റി ആയിട്ടുള്ള ലിജിന മാം ആണ്. ലിജിന മാം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി സെന്റ് തെരേസ കോളേജിലൊക്കെയാണ് ഡിഗ്രി ഒക്കെ ചെയ്തിട്ടുള്ളത്, PG ചെയ്തിട്ടുള്ളത്, MPhil ഹോൾഡർ ആണ്. സോ മാം നിങ്ങൾക്ക് പല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടാവും. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, ഇന്ത്യൻ സൊസൈറ്റിയുടെ ക്ലാസ് ഒക്കെ എടുത്തു തന്നിട്ടുണ്ടാവും. പലരും ആ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ മാമും ഉണ്ട് ഇന്ന് നമ്മുടെ ഇവിടെ സെക്ഷൻ ലീഡ് ചെയ്യാനായിട്ട്. പിന്നെ എന്റെ കൂടെ ഉള്ളത് റെക്കോർഡിംഗ് സൈറ്റിൽ നിന്ന് ലേൺ ബേസിന്റെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സുനീറ മാമും ഉണ്ട്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആതിര മാമും ഉണ്ട് കേട്ടോ. അപ്പോ എന്താണ് ഈ സെക്ഷൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെക്ഷനിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജിയുടെ വിവിധ സാധ്യതകൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. ഇപ്പൊ എല്ലാവരും ഈ സബ്ജക്ട്സിന് ആഴത്തിൽ അറിഞ്ഞിട്ടായിരിക്കില്ല കോഴ്സ് എടുക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ ഞാൻ ഈ സോഷ്യോളജി എന്നുള്ള ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് കേൾക്കുന്നത് 10th കഴിഞ്ഞിട്ട് ഞാനൊരു കരിയർ ഗൈഡൻസിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ സിവിൽ സർവീസ് അതുപോലുള്ള എക്സാം എഴുതണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കരിയർ ഗൈഡൻസിന് പോയത്. അപ്പൊ എനിക്ക് മാത്സ് ഭയങ്കര പാടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് മാത്സ് എന്ന് കേട്ടാലേ ഞാൻ ഓടിപ്പോവും എങ്ങോട്ടേക്ക്, കാരണം അത്രയ്ക്ക് പാടാണ്. അപ്പോ ഇവിടെ മാത്സിന്റെ ഒക്കെ പല ടീച്ചേഴ്സും ഉണ്ട്, എന്നോടൊന്നും തോന്നരുത് ഈ പറയുന്നത് കൊണ്ട്. അപ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കരിയർ ഓപ്പർച്യൂണിറ്റി ഒരു ക്ലാസ്സിന് പോയ സമയത്താണ് എനിക്ക് മനസ്സിലായത് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്. അപ്പൊ സോഷ്യോളജി സോഷ്യൽ സയൻസ് റിലേറ്റ് ചെയ്ത് എന്തോ ആണ്, ആ ഒരു കാര്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ എനിക്ക് ഫോൺ അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ എനിക്ക് നെറ്റിൽ അധികം സെർച്ച് ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഫോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കാനൊക്കെ പറ്റും. അപ്പൊ എനിക്ക് അത്തരത്തിലുള്ള ഞാൻ ഈ ബുക്സും അതുപോലെ ന്യൂസ് പേപ്പർ കട്ടിങ്സും ഒക്കെ വായിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ എനിക്കറിയില്ല സോഷ്യോളജി എന്താണ് എന്നുള്ളത്. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ആ കരിയർ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അത് ബേസ് ചെയ്തിട്ട് ഞാൻ എന്റെ +1 +2 സോഷ്യോളജി ഓപ്ഷണൽ വരുന്ന കോഴ്സ് എടുത്ത് പഠിക്കുകയാണ് ചെയ്തത്, ഹ്യൂമാനിറ്റീസ്. അപ്പൊ അധികം സ്ഥലങ്ങളിലൊന്നും ട്രിവാൻഡ്രത്ത് ഇല്ല ഈ പറയുന്ന, എന്റെ സ്ഥലം ട്രിവാൻഡ്രം ആണ്, അധികം സ്ഥലങ്ങളിലൊന്നും ഇല്ല ഈ പറയുന്ന സോഷ്യോളജി കോഴ്സ്. അപ്പോ ഞാൻ ഈ സോഷ്യോളജി എടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻട്രൻസ് എക്സാം എഴുതി പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സെലക്ടഡ് ആയി ഞാൻ അവിടെ എന്റെ ഡിഗ്രി പ്രോഗ്രാമും PG പ്രോഗ്രാമുകളൊക്കെ ചെയ്തത് അവിടെയാണ്. അപ്പോ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റി ഈ ഒരു ഇത്രയും വർഷം കൊണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്ട് വേറെ ഇല്ല എന്നുള്ളത് ഞാൻ പറയും. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സോഷ്യോളജിയുടെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ നേരെ നോക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല, നമ്മൾ വിശകലനം ചെയ്യുന്ന അങ്ങനെ എടുക്കുന്നതല്ല. സോഷ്യോളജിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പൊ നമ്മൾ പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും സോഷ്യോളജിയുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യോളജി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. കോമൺ സെൻസ് ആയിട്ടുള്ള നോളജ് വേറെയാണ്, സോഷ്യോളജിയുടെ നോളജ് വേറെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലൂടെ സോഷ്യോളജി കാണാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് പലരും പറയുന്നുണ്ട്, ഇപ്പൊ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്തതിന്റെ ഇടയ്ക്ക് പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഞങ്ങൾ ഈ തിങ്കേഴ്സിനെ കൊണ്ട് തന്നെ ആകെ എനിക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദർക്കേം ഉണ്ട്, റോബർട്ട് മാർട്ടൻ ഉണ്ട്, കാർൽ മാക്സ് ഉണ്ട്, പിന്നെ വേറെ പറയാം CH കൂളി ഉണ്ട്, മെഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തിങ്കേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഓർത്ത് വെക്കുന്ന എങ്ങനെയാണ്? ഇപ്പൊ എനിക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ എനിക്കായാലും ലിജിന മാമിനൊക്കെ ആയാലും ഞങ്ങൾക്ക് ഈ പറയുന്നത് ഇത്രയും നാൾ പഠിച്ചത് കൊണ്ടും ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇതിന്റെ സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാന്നുണ്ട് ഞങ്ങൾക്കിപ്പോ ഈ പറയുന്ന തിങ്കേഴ്സ് എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു മെമ്പേഴ്സിനെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി എവരും നിങ്ങളുടെയൊക്കെ ആരൊക്കെയോ ആണ് എന്നുള്ള ഒരു തോന്നലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും എന്നുള്ളതിന് ഒരു 100% ഉറപ്പ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ലിജിന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ബാക്കി ഞാൻ ഇത് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഇപ്പൊ ലിജിന മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. മാം, നമുക്ക് ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ താങ്ക് യു മാം ഫോർ ഇൻവൈറ്റിംഗ് ടു ദിസ് സെഷൻ. എന്തായാലും മാമിന്റെ ഒരു ഇൻട്രഡക്ഷൻ വളരെ നല്ലതായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്, ഈ ഒരു സെഷനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങൾ BA കഴിഞ്ഞ് BAയിലേക്ക് ജോയിൻ ചെയ്തവരുണ്ടാകും, MA സോഷ്യോളജി പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തവർ നിങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങളെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സാധ്യതകളെ പറ്റിയിട്ടൊന്ന് അവെയറാക്കുക എന്നതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് ഈ ഒരു സെഷന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ, അതായത് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം
അതിനുശേഷം ഹയർ സ്റ്റഡീസ് ഇൻ സോഷ്യോളജി, അതായത് സോഷ്യോളജിയിലുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് കരിയർ ഇൻ സോഷ്യോളജി. സോഷ്യോളജി പഠിച്ച ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ നോക്കുകയാണ്. അതിനുശേഷം പ്രധാനപ്പെട്ട ജോബ് പൊസിഷൻസ് ഏതാണെന്നുമാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് നിങ്ങളിപ്പോ നേരത്തെ മാം പറഞ്ഞതുപോലെ ജനറൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് എപ്പോഴും വരാറുള്ളത്. അതായത് സോഷ്യോളജി നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും, അല്ലെങ്കിൽ ഇപ്പോ +2 നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്തു. ഹ്യൂമാനിറ്റീസിന് ശേഷം നമ്മൾ BA കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളുടെ ഉള്ളിലും വരുന്ന ഒരു കാര്യമാണ് സോഷ്യോളജി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു ജനറൽ ഒപ്പീനിയൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് ഈ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ എടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ്, ഇപ്പോ സോഷ്യോളജി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വരുന്ന മറ്റൊരു, അല്ലെങ്കിൽ എടുക്കുന്നതിന്റെ ഒരു റീസൺ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ റീസൺ ആയിട്ട് വരുന്ന മറ്റൊന്നാണ് സമൂഹത്തെ കൂടുതൽ അറിയണം, അല്ലെങ്കിൽ എന്താ പറയാ മനുഷ്യനെ പറ്റിയിട്ട്, മനുഷ്യന്റെ ബന്ധങ്ങളെ പറ്റിയിട്ട് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കണം എന്ന തോന്നലുള്ള ആളുകളൊക്കെ ഈ സോഷ്യോളജി എന്ന് പറയുന്നത് ചൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന മറ്റൊന്നാണ് സ്റ്റുഡൻസ്, അതായത് ഇപ്പോ പഠിച്ചിറങ്ങിപ്പോയ ആളുകളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന് എടുത്ത് നോക്കിയാൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് സെൽഫായിട്ട് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കോഴ്സാണ്. അതായത് നമ്മൾ സമൂഹത്തെ വളരെയധികം, അതായത് നമ്മൾ പൊതുവെ സമൂഹത്തെ കാണാറുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ഈ സോഷ്യോളജി പഠിച്ചിങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് എന്തൊരു ഈസിയാണ്, ഇതിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണല്ലോ, കണ്ടിട്ടുള്ളതാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് പഠിച്ചങ്ങ് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇതിന്റെ, അതായത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവയെ കാണാനായിട്ട് സോഷ്യോളജി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റുഡൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എടുക്കുകയാണെങ്കിൽ സോഷ്യോളജി പഠിച്ചിറങ്ങുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ പറയത്തൊന്നുമില്ല ഇത് മോശം കോഴ്സാണെന്ന്. വളരെയധികം ഭയങ്കര എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. ചൂസ് ചെയ്യുന്നതിന് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ് ബ്രോഡ് സ്കിൽ സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് സോഷ്യോളജി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ക്ലാസ് മുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് പഠിക്കാനല്ല ശ്രമിക്കുന്നത്. അതുകൂടാതെ അതിനപ്പുറമായി നിന്നുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. പ്രസന്റേഷൻ സ്കിൽസ് അതിലൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സ്കിൽസ്, അല്ലെങ്കിൽ ആ ബ്രോഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടും ഈ ഒരു സോഷ്യോളജിയുടെ ഓപ്ഷൻ ആയിട്ട് മാറാറുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ചേഞ്ചസുമായിട്ട് കോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സോഷ്യോളജി നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ആളുകൾ കാണുന്നതാണ് വെറൈറ്റി ഓഫ് ജോബ് ഓപ്ഷൻസ് ഇതിന് മുന്നിൽ വരാറുണ്ട്. അപ്പോൾ അതും സോഷ്യോളജി ചൂസ് ചെയ്യുന്നതിന് ഒരു കാരണമാണ്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ഈ BA സോഷ്യോളജി, MA സോഷ്യോളജി എന്ന് പറയുന്നതിലേക്ക് കടന്നപ്പോ നിങ്ങളുടെ ഉള്ളിൽ എന്ത് തോന്നൽ കൊണ്ടായിരുന്നു ഈ ഒരു സോഷ്യോളജി ഓപ്റ്റ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി നമ്മൾ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അതിനെ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ചിന്തകള്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് കാര്യങ്ങളെ ഫീൽ ചെയ്യുന്നത്, ഇത് സമൂഹവുമായിട്ട് കണക്ട് ചെയ്യലാണ് സോഷ്യോളജി എന്ന് പറയപ്പെടുന്നത്. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം പഠിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ, അതായത് ഒരു ബയോളജിക്കൽ ബീയിങ് നിന്നുകൊണ്ട് ഒരു സോഷ്യൽ ബീയിങ്ങിലേക്കുള്ള ഒരു കൺവേർഷൻ ആണ് സോഷ്യോളജി പഠിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവാൻ പോകുന്നത്. മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറെ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ പൊതുവേ സമൂഹത്തെ ഇങ്ങനെ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൊസൈറ്റിനെ കാണാനായിട്ട് സാധിക്കുക വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. സമൂഹത്തിൽ പൊതുവെ നിലനിൽക്കുന്ന ആളുകളും അവരുടെ വ്യക്തിബന്ധങ്ങളും ഒക്കെയാണ് നമുക്ക് പൊതുവെ കാണാൻ പറ്റുക. പക്ഷെ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതായത് സമൂഹത്തിൽ എന്തൊക്കെയോ, അതായത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഒരു സമൂഹത്തിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, നമുക്ക് വേറൊരു പേഴ്സ്പെക്റ്റീവ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ. അതിനായിട്ട് നമ്മൾ സോഷ്യോളജിയിൽ കുറെ പേഴ്സ്പെക്റ്റീവ്, മാം പറഞ്ഞതുപോലെ കുറെ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. അപ്പൊ ഈ പേഴ്സ്പെക്റ്റീവിലൂടെ നമ്മൾ അത്ര നാൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹമല്ല എന്ന രീതിയിലേക്ക് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിനിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഒരു റിസർച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്, സാധാ കാണുന്ന പോലെയല്ല സമൂഹത്തിൽ എന്തൊക്കെയോ ഹിഡൻ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നൊരു കാര്യമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയും അങ്ങനെ ഒരു ഗവേഷണ ത്വര മനുഷ്യരിൽ ഉണ്ടാവുകയാണ്. അതായത് സോഷ്യോളജി എന്ന ഡിസിപ്ലിനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ
അതായത് വേൾഡിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പൊതുവെ പറയാറുള്ളത്. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇതായിട്ടുള്ളത് ഞാൻ പറയാം. അതായത് ഞാനും ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ എന്റെ ഒരു റീസൺ, അതായത് വൈ ഐ ചൂസ് സോഷ്യോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ +2 ഹ്യൂമാനിറ്റീസിൽ ഈ സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ ഡീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഈ BA വന്ന സമയത്ത് എനിക്ക് മാത്സ് മാമിന്റെ പോലെ തന്നെ എനിക്ക് മാത്സ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ മാത്സ് ഒന്നും ഇല്ലാത്തൊരു സബ്ജക്ട് വേണം, അതായിരുന്നു എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഇത്. അതോടൊപ്പം തന്നെ ഇച്ചിരി സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ആളുകളോട് ചോദിച്ചു. ആളുകൾ പറഞ്ഞു ഭയങ്കര എളുപ്പമാണ്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിനക്കത് നല്ല സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു രീതിയിലാണ് സത്യത്തിൽ ഞാനൊരു സോഷ്യോളജിയിലേക്ക് BA ഞാൻ എൻ്റർ ചെയ്തത്. പക്ഷേ ഇത് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിന്റെ സിലബസ് എന്റെ കയ്യിൽ കിട്ടി, മിസ് ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങി, ടീച്ചേഴ്സ് വന്നു. അപ്പൊ എടുത്തു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെയാ, ഇതിനെന്താ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്? അതായത് സൊസൈറ്റി എന്താണ്, അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്താണ്, സോഷ്യൽ ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ എന്താ ഇന്ററാക്ഷൻസ്, റിലേഷൻസ്, പിന്നെ ഫാമിലി എന്താണ്, മാരേജ് എന്താണ്, കിൻഷിപ്പ് എന്താണ്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ എന്ത് ഇത്ര പേർക്ക് പഠിക്കാനുള്ളത്? ഇത് ആർക്കും ജയിക്കാലോ, അല്ലെങ്കിൽ ആർക്കും ഇത് പഠിച്ചെടുക്കാലോ, ഇത് എന്തോ ഉള്ളേ എന്ന രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ഞാനതൊരു ഡിസിപ്ലിനായി, അല്ലെങ്കിൽ അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ കുറെ ഗുണങ്ങളിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയത്. BA തുടങ്ങി അല്ലെങ്കിൽ BA നിന്ന ഒരു ടീച്ചറെ ആയിരുന്നില്ല MA സോഷ്യോളജി ഇപ്പോ MPhil കഴിഞ്ഞ് റിസർച്ചിലേക്ക് പോവാൻ നിൽക്കുന്ന എന്റെ ഒരു തിങ്കിങ് എന്ന് പറയുന്നത്. എന്റെ തിങ്കിങ്ങിനെയും എന്റെ ആക്ടിങ്ങിനെയും ഒക്കെ തന്നെ വളരെയധികം ഈ ഒരു ഡിസിപ്ലിൻ മാറ്റിമറിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെയും നോക്കി കാണുന്ന രീതികളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്ന ഡിസിപ്ലിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതായത് എങ്ങനെ തിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിങ്, തിങ്കിങ്, ഫീലിംഗ് എല്ലാം തന്നെ ഒരു സൊസൈറ്റിയുടെ പേഴ്സ്പെക്റ്റീവിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കാനായിട്ട് ആസ് എ സോഷ്യോളജിസ്റ്റ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് ശ്രമിക്കാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി ഞാനൊന്ന് ഒരു ഇത് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാല്, എന്താണ് ഒരു സോഷ്യോളജി? അതായത് ഇപ്പോ നിങ്ങൾ BA വന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യോളജീനെ വലിയ പരിചിതമൊന്നും ആയിരിക്കില്ലല്ലോ. MA പഠിച്ച കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടെ അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് സോഷ്യോളജി പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ കവർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ MA നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ BA സോഷ്യോളജി കഴിഞ്ഞ് വന്നതാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ പഠന ഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അതായത് എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പാഠ്യഭാഗമായിട്ട് വരുന്നതെന്ന് വെച്ചാല്, സോഷ്യൽ തിയറീസ് വരുന്നുണ്ട്, സോഷ്യൽ ഇനീക്വാലിറ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, സോഷ്യൽ കൺട്രോൾ എന്താന്ന് പഠിക്കുന്നുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം വരുന്ന ഒന്നാണ് സോഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ സോഷ്യൽ ചലഞ്ചസ്, സോഷ്യൽ മൂവ്മെന്റുകൾ, പിന്നെ പൊളിറ്റിക്കൽ സോഷ്യോളജി. അതായത് സോഷ്യോളജിയിൽ തന്നെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സോഷ്യോളജി, എക്കണോമിക് സോഷ്യോളജി, ദെൻ വിമൻ സ്റ്റഡീസ്, എത്തനിക് സ്റ്റഡീസ്, അതായത് പലതരത്തിലുള്ള എത്തനിക് ഗ്രൂപ്പുകളെ പറ്റിയിട്ട് അവരിലുള്ള വൈവിധ്യങ്ങളെ പറ്റി. പിന്നീട് വരുന്നതാണ് റിസർച്ച് മെത്തേഡിനെ പറ്റി, റിസർച്ച് സ്കിൽസിനെ പറ്റിയിട്ട്, അതോടൊപ്പം കൾച്ചറൽ അവയർനെസിനെ പറ്റി അല്ലെങ്കിൽ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു കൾച്ചർ മാത്രമുള്ളതല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറുകൾ ചേരുന്നതാണ്. എല്ലാ കൾച്ചറിനും അതിൻ്റെതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം സോഷ്യോളജി ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ദെൻ സോഷ്യോളജി ഡെവലപ്മെന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ്, ഇതൊക്കെ നമ്മുടെ സോഷ്യോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതായത് ഇൻ ഓവർവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ വളരെ ചുരുക്കം സ്ഥാനങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ സോഷ്യോളജി എന്ന് പറയുന്നത് പഠിക്കുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളും, അതായത് സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ BA MA സോഷ്യോളജി എന്ന് പറയുന്നതിന്റെ കരിക്കുലത്തില് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതിന്റെ വളരെ ചുരുക്ക ഭാഗം മാത്രമാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻ സോഷ്യോളജിയാണ്. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റില് വരുന്ന പ്രധാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിൽ വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്, ഇപ്പൊ നിങ്ങൾ BA സോഷ്യോളജി കഴിഞ്ഞു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ BA സോഷ്യോളജി കോഴ്സ് എടുത്തു, 3 വർഷം ഇത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഉണ്ടാവുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതായത് BA അതിനുശേഷം ഞാൻ MAയുടെയും പറഞ്ഞു തരുന്നതാണ്. BA കഴിഞ്ഞിട്ടുള്ള നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാല് നമുക്കിവിടെ നമ്പർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് MA കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ BA സോഷ്യോളജി ആണ് കഴിഞ്ഞെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് തുടർന്ന് പഠിക്കണം എന്നുണ്ട്.
അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യോളജിയിൽ തന്നെ, അതായത് BA സോഷ്യോളജി പോലെ തന്നെ MA സോഷ്യോളജി ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമുക്കിപ്പോ MA സോഷ്യോളജി വേണ്ട, അതിൽ വേറെ കുറെ സ്ട്രീംസുകൾ ഉണ്ട്. റൂറൽ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ഉണ്ട്, അതുപോലെ അനവധി സ്ട്രീംസുകൾ ആഫ്റ്റർ BA നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഉള്ള ഒരു സംഗതി എന്താന്ന് വെച്ചാല്, നിങ്ങൾ BA ചുമ്മാ പഠിച്ച നടക്കത്തൊന്നുമില്ല. അതായത് BA സോഷ്യോളജിയില് മിനിമം 50% മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. പക്ഷെ ഡിപ്പെൻഡ് അപ്പോൺ കാറ്റഗറി, ഇപ്പോ നമുക്ക് പല കാറ്റഗറീസ് ഉണ്ടാവും അല്ലെ, SC ST OBC ജനറൽ കാറ്റഗറി, ഇങ്ങനെ ഈ കാറ്റഗറി അനുസരിച്ചുകൊണ്ട് ഈ മാർക്സിൽ റിലാക്സേഷൻസ് ഉണ്ടാവും. അപ്പൊ പിന്നെ അതുപോലെ തന്നെ MA വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലുമുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും MA കോഴ്സസുകളുണ്ട്. അതില് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ എടുക്കുകയാണെങ്കിലും അവിടത്തെ നമുക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MAക്ക് നമുക്ക് ജോയിൻ ചെയ്യണം BA കഴിഞ്ഞ് എന്നുണ്ടെങ്കിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവിടെയും 50% മാർക്ക് വേണം എന്നുള്ളതാണ്. പക്ഷേ ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള ഒരു ഇതെന്താന്ന് വെച്ചാല്, അവിടെയൊക്കെ തന്നെ ഈ ശതമാനം മാർക്ക്, ഈ 50% മാർക്കും പിന്നെ കാറ്റഗറി അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ SC ST ആണെങ്കിൽ 45% എന്നൊക്കെ പറഞ്ഞു വരും കേട്ടോ. അപ്പൊ ഇതിൽ ഈ MAയിൽ വരുന്ന മറ്റൊരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എൻട്രൻസ് എക്സാമുകൾ അവർ കണ്ടക്ട് ചെയ്യും. അതായത് 50% മാർക്ക് നമുക്ക് വേണം, അതോടൊപ്പം തന്നെ നമുക്ക് വരുന്ന മറ്റൊന്നാണ് എൻട്രൻസ് എക്സാമ്പിൾ. ഇപ്പൊ ഓരോ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ BA കഴിഞ്ഞു, BA കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ MAയിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പൊ നമുക്കറിയാം MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റികൾ ഉണ്ട്, അതൊക്കെയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ എന്താ ചെയ്യുന്നത് വെച്ചാല്, BAന്റെ ആ ഒരു തീരുന്ന ഒരു സമയം ഉണ്ടല്ലോ എല്ലായിടത്തും, ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഓരോ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ളത് വിളിക്കും. അപ്പൊ നിങ്ങൾ അത് അപ്ലൈ ചെയ്യുകയും എൻട്രൻസിന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അവിടെ പോയിട്ട് ആ സെന്ററിൽ പോയിട്ട് മറ്റോ നമ്മൾ എന്ത് ചെയ്യണം, എൻട്രൻസ് എഴുതേണ്ടി വരും. അപ്പൊ ആ എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങൾ BAയിൽ എന്തൊക്കെയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ക്രിസ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിൽ എന്നിട്ട് ഇത്ര ശതമാനം മാർക്ക് വേണമെന്നുണ്ടാകും. ആ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി അവിടെയും നമ്മുടെ ഒരു കാറ്റഗറി മാറ്റർ ചെയ്യുന്നുണ്ട്. ആ കാറ്റഗറി അനുസരിച്ചുകൊണ്ട് ഇത്ര ശതമാനം മാർക്ക് ആ എൻട്രൻസ് എക്സാമിനും പ്ലസ് നമ്മുടെ മാർക്കും BAയിലെ മാർക്കും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് MAക്ക് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്കുള്ളൊരു വേറൊരു ഇതെന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്റ്റൈഫൻഡുകളും കിട്ടും. അതായത് MA ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ MAക്ക് പൊതുവെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ കുറെ സ്റ്റൈഫൻഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ വരുന്ന മറ്റൊന്നാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും. അതായത് അഡ്മിഷൻ ടു വേരിയസ് അണ്ടർ ഗ്രാജുവേറ്റ് ഓർ ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ റിസർച്ച് പ്രോഗ്രാംസിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ CUET എക്സാമുകൾ നടത്തുക. അതായത് നിങ്ങൾ BA കഴിഞ്ഞു, BA കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകണം. അതായത് JNU പോലുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹൈദരാബാദ്, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് പോകണം എന്നിരിക്കട്ടെ. അതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പോകണമെങ്കിൽ അവിടെ നടത്തപ്പെടുന്ന ഒരു ടെസ്റ്റ് ആണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത്തരത്തിലുള്ള നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷന് പോകാനായിട്ട് സാധിക്കും. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുന്നു എന്ന് പറയുന്നത് ഭയങ്കര റെക്കഗ്നിഷൻ ഉള്ള ഒരു സാധനം കൂടിയാണ് കേട്ടോ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പോലെ തന്നെയാണ്, പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗ്ലോബൽ റെക്കഗ്നിഷൻ കിട്ടുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഈ CUET കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ഏജൻസിയാണ്. അത് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ വരുന്ന അപ്പൊ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ BA കഴിഞ്ഞു, BA സോഷ്യോളജി കഴിഞ്ഞു, BA സോഷ്യോളജി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ MAക്ക് നിങ്ങൾ ആലോചിക്കുകയാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതികളൊക്കെ ഫോളോ ചെയ്താൽ മതി. അതായത് നിങ്ങൾ MA വിളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. അപ്പൊ അത് ഡെയിലി ചെക്ക് ചെയ്യുക. പിന്നെ ഈ പറയുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ NTA സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ അത് വഴിയായിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ ഓൺലൈൻ ഓഫ്ലൈൻ മോഡുകളിലായിട്ട് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോ നിങ്ങൾ MA കഴിഞ്ഞു എന്നിരിക്കട്ടെ, ഇപ്പൊ MA സോഷ്യോളജി പഠിച്ചവരുണ്ടല്ലോ ഇതിനകത്ത്. അപ്പൊ MA കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ചാല് ക്വാളിഫൈങ് നെറ്റ് ആൻഡ് JRF എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ MA കഴിഞ്ഞ് ഇപ്പൊ MAയിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങൾ MA നല്ല വൃത്തിക്ക് പഠിച്ചു, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ട ഒരു കരിയർ എന്ന് പറയുന്നത് ഒരു ടീച്ചിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടിയൊക്കെ പഠനത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ നിലനിൽക്കണം എന്ന് ആലോചിക്കുന്ന ആളുകളാണ് ഇരിക്കട്ടെ.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് അറിയാമോ? നെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം JRF കൂടി ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് മേഖലകളിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. അതായത് സോഷ്യോളജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റിസർച്ചിലേക്ക് MA കഴിഞ്ഞു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ഒരു ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് റിസർച്ച്, അതായത് PhD ഡോക്ടർ ഓഫ് ഫിലോസഫിയിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ MA സോഷ്യോളജി കഴിഞ്ഞിട്ടുള്ള ആളുടെ അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷനാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ, ഇപ്പൊ BA സോഷ്യോളജി കഴിഞ്ഞു അല്ലെങ്കിൽ BA സോഷ്യോളജി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് മാസ്റ്റേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഞാൻ പൊതുവേ പറയാം. അതിനെ പൊതുവെ നമുക്ക് പറയാറുള്ളത് സോഷ്യോളജിസ്റ്റുകളെ ഒരു ആം ചെയർ തിയറിസ്റ്റുകൾ എന്നാണ് പറയാറ്. അതായത് നമ്മൾ കൂടുതലും നമ്മളുടെ അനാലിസിസുകൾ എന്ന് പറയുന്നത്, പക്ഷെ അങ്ങനെ ആവരുതെന്നാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ അനാലിസിസുകൾ പൊതുവെ വരാറുള്ളത് ഒരു കൈൻഡ് ഓഫ് ഒരു നമ്മൾ എന്താ പറയാ ഒരു ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് അത്രയും പോകാറില്ല. കൂടുതലും നമ്മൾ പോകാറുള്ളത് നമ്മൾ ആ തിയറികൾ പഠിക്കുന്നു, അത് പിന്നെ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീൽഡിലേക്ക് പോകണോ അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ ആ ഒരു സോഷ്യോളജി പഠിച്ച സാധനത്തിന് പ്രാവർത്തികമാക്കുക. അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് എടുക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ BA കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുകയാണ് പഠിച്ചാൽ പോരാ, ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് കുറച്ചും കൂടി ഇറങ്ങിച്ചെല്ലണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു കോഴ്സാണ് MSW എന്ന് പറയുന്നത്. അതായത് അതിൽ സോഷ്യൽ വർക്കിനാണ് ഫോക്കസ് ചെയ്യുന്നത്. മെയിൻലി 2 years ആണ് അതിന്റെ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. പിന്നീട് വരുന്ന നിങ്ങൾക്കുള്ള ഒരു മറ്റൊരു ഓപ്ഷൻ ആണ് ടീച്ചിങ് പോലുള്ള സാധനങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ വേണം അല്ലെങ്കിൽ ടീച്ചിങ്ങിലേക്ക് കുറച്ചും കൂടി ഇൻവെസ്റ്റഡ് ആവണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു ഓപ്ഷൻ ആണ് BA കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, B.Ed ചെയ്യാനായിട്ട് സാധിക്കും. അവിടെയും 50% ഓഫ് മാർക്ക് ആവശ്യമാണ്. സോഷ്യൽ സയൻസിലോ മറ്റോ നിങ്ങൾക്ക് B.Ed ചെയ്യാം. അങ്ങനെ ഇപ്പോൾ MA കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ B.Ed ചെയ്യാം, BA കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് B.Ed ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റ് പോലുള്ള എക്സാമുകൾ, അതായത് നെറ്റോ സെറ്റോ പോലുള്ള എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഹയർ എന്താ പറയുക +1 +2 പോലുള്ള അവിടെയൊക്കെ പഠിപ്പിക്കുന്നതിനൊക്കെ ഉള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഉള്ള നമ്മുടെ മുന്നിലുള്ള ഒരു ഹയർ എഡ്യൂക്കേഷന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ലോ സ്കൂളില്, അതായത് LLB ബാച്ചിലേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് ലോവും പിന്നെ മാസ്റ്റേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് ലോവും. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി നിയമപരമായ കാര്യങ്ങളെ അല്ലെങ്കിൽ ഡീവിയൻസിനെ പറ്റിയിട്ട് അങ്ങനത്തെ കുറച്ചുകൂടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലണം, അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം, അനീതിക്കെതിരെ പൊരുതണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് UPSC ഓർ അതർ കോമ്പറ്റേറ്റീവ് എക്സാം, അതായത് IPS പോലുള്ള IAS പോലുള്ള എക്സാമുകൾക്ക്, IFS പോലുള്ള എക്സാംസുകൾക്ക്. അതോടൊപ്പം തന്നെ പബ്ലിക് സെക്ടേഴ്സ് എക്സാമുകൾ, അതായത് പബ്ലിക് സെക്ടേഴ്സ് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടേഴ്സിൽ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റെയിൽവേ റിക്രൂട്ട്മെന്റിനൊക്കെ ചില സമയത്ത് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്, റെയിൽവേയിലേക്കുള്ള പല പൊസിഷൻസിലേക്കും. അതോടൊപ്പം തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വരാറുണ്ട്, അതിൽ കുറെ നോട്ടിഫിക്കേഷൻസ് വരും. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BA ഇൻ സോഷ്യോളജിയോ അല്ലെങ്കിൽ MA ഇൻ സോഷ്യോളജി ആയിരിക്കും. പിന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ളത്. അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, മറ്റ് റിസർച്ച് ഓർഗനൈസേഷൻസും ഒക്കെ തന്നെ പലതരത്തിലുള്ള ഇന്റേൺഷിപ്സിന് വിളിക്കാറുണ്ട്. അതായത് 6 months 1 month എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ചിലപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനായിരിക്കും, അല്ലെങ്കിൽ ഒരു റൂറൽ ഏരിയയിൽ അവിടുത്തെ ഒരു ഡെവലപ്മെന്റ്സ് നോക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ഹയർ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് എന്ന് പറയാം. അടുത്ത നോക്കൂ, നിങ്ങൾക്ക് പറ്റുന്ന 5 അല്ലെങ്കിൽ ഈ MA സോഷ്യോളജിക്ക് ശേഷമുള്ള ആളുകൾക്ക് പറ്റുന്ന 5 ഗവൺമെന്റ് എക്സാംസ് ആണ്. ഒന്നാമത്തേത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് ഇതിനുശേഷം നിങ്ങൾക്ക് പ്രൊഫസർ ആയിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകളിൽ നിൽക്കാം. അതായത് MA സോഷ്യോളജിക്ക് ശേഷം നെറ്റ് എഴുതി കഴിഞ്ഞാൽ. ദെൻ വരുന്നതാണ് സെറ്റ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ BA സോഷ്യോളജി നിങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ MA സോഷ്യോളജി നിങ്ങൾ കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾക്ക് B.Edന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് സെറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് നടത്തുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അതിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ലെവലുകളിൽ സോഷ്യോളജി പഠിപ്പിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് KV ടീച്ചേഴ്സ്, അതായത് കേന്ദ്ര വിദ്യാലയ ടീച്ചേഴ്സ്. അപ്പൊ അതിനുവേണ്ടി സെപ്പറേറ്റ് എക്സാംസ് ഉണ്ട്, അതിന് വിളിക്കും. അതിനും B.Ed ആണ് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് ഗേറ്റ് എന്ന് പറയുന്നത്, അതായത് IIT-യിലൊക്കെ നമുക്ക് PhD ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗേറ്റ് എക്സാമുകൾ ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ MA സോഷ്യോളജിക്ക് ശേഷം ഗേറ്റ് എക്സാം എഴുതുകയും അങ്ങനെ നമുക്ക് PhD ഓപ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. പിന്നെ വരുന്ന ഒരു എന്താ പറയാ ടോപ്പ് ഗവൺമെന്റ് ആയിട്ടുള്ള മറ്റൊരു എക്സാം ആണ് സിവിൽ സർവീസും UPSCയും ആൻഡ് PSC എക്സാം. PSC എക്സാമിന്റെ ഈ കറന്റ്ലിയും കൂടെ MA സോഷ്യോളജിക്കൊക്കെ കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്.
അടുത്ത നോക്കൂ, നമ്മൾക്ക് ഏതൊക്കെ ഏരിയയിലാണ് MA സോഷ്യോളജി, BA സോഷ്യോളജി കഴിഞ്ഞ ആളുകൾക്ക് കൂടുതലും വർക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഏരിയ എവിടേക്കാണെന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ട് വരുന്ന ഏരിയകളാണ് ഒന്നാമതായി ഡീവിയൻസുകൾ, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഡീവിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഒരു അസന്തുലിതത ഉണ്ടാവുന്ന ഒരു സാഹചര്യങ്ങളിൽ, ഇപ്പൊ ക്രൈം പോലുള്ള ഇത്, അപ്പൊ അവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ അവിടേക്ക് നമുക്കൊരു കുറെ ഓപ്ഷൻസ്, ലൈക്ക് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ജയിലുകള് അവിടെയൊക്കെ കുറെ, അല്ലെങ്കിൽ എന്താ പറയാ ജുവനൈൽ ഹോംസ്, അവിടെയൊക്കെ കുറെ ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അടുത്തതാണ് സോഷ്യലൈസേഷൻ, അതായത് നമുക്കൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവിടെ സോഷ്യലൈസേഷൻ നടത്തുന്നതിന് അതായത് ആസ് എ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നവരുടെ ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ സോഷ്യലൈസേഷൻ എന്ന് പറയാ. അടുത്ത നമ്മുടെ ഒരു ഏരിയ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. അതായത് ഗ്രൂപ്പുകളിലുള്ള ചേഞ്ചസിനെ അനലൈസ് ചെയ്യുന്നതിനും അതിനാണ് നമ്മൾ ഈ NGOs ഒക്കെ വഴിയായിട്ട് ഈ പലതരത്തിലുള്ള റൂറൽ ഏരിയാസിലേക്കൊക്കെ അവിടുത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ടൊക്കെ അയക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് എത്നിസിറ്റി എന്ന് പറയും, അതായത് ഡിഫറെന്റ് ഗ്രൂപ്പ്സുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിൽ അവിടുത്തെ ഒരു എത്നിക് ഗ്രൂപ്പുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് പഠിക്കുക, എന്നിട്ട് അവർക്ക് വേണ്ട പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഗവൺമെന്റിന് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക ഒക്കെ നമ്മുടെ ഒരു ഏരിയ ഓഫ് വർക്കാണ്. നെക്സ്റ്റ് വരുന്നതാണ് ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ, അതായത് ഇപ്പൊ ജെൻഡർ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ വിമൻ കമ്മീഷൻ ഒക്കെ പലതരത്തിലുള്ള ഓപ്ഷൻസ്, അതായത് ഓപ്പർച്യൂണിറ്റീസ് വിളിക്കും ചില സന്ദർഭങ്ങളിൽ, ഇന്റേൺഷിപ്സ് ആയിട്ടും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മള്, അതായത് BA MA സോഷ്യോളജി ആളുകൾക്കാണ് കൂടുതലും ജോലി സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അടുത്തതാണ് ഹെൽത്ത് സെക്ടറിൽ. ഹെൽത്ത് സെക്ടറിലും ഇതുപോലെ തന്നെ നമുക്ക് സോഷ്യോളജി കഴിഞ്ഞ ആളുകൾക്ക് ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് തുറന്നു തരും, അതായത് അവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ്, അടുത്തത് കരിയർ ഇൻ സോഷ്യോളജി. ഇനി നമ്മൾ കുറച്ചും കൂടി ആഴത്തിലേക്ക് നമ്മൾ നോക്കുകയാണ്, എങ്ങനെയാണ് സോഷ്യോളജിയിൽ ഒരു കരിയർ സെറ്റപ്പ് ചെയ്യാൻ പറ്റുക. ഒന്നാമതായി സോഷ്യൽ വർക്ക്, രണ്ടാമതായി കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി, ദെൻ റിസർച്ച് ആൻഡ് അനാലിസിസ്, ദെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സസ്. ഇത്രയാണ് പ്രധാനപ്പെട്ട സോഷ്യോളജിയിലെ കരിയർ എന്ന് പറയുക. ഇവിടെ അവസാനിക്കുന്നതല്ല, എന്നാലും അത്യാവശ്യം ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത് മാത്രമായിട്ടോ ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ആദ്യം തന്നെ സോഷ്യൽ വർക്ക് നോക്കാം. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ആളുകളെ, അതായത് നമുക്കൊരു കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ അവരിൽ ഒരു കമ്മ്യൂണിറ്റിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാകണമെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സോഷ്യോളജി കഴിഞ്ഞു നിൽക്കുന്ന ആളുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണിത്. അതായത് NGO വഴിയായിട്ട്, ഗവൺമെന്റ് ഏജൻസീസ് വഴിയായിട്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ലാതെ കുറെ ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തില് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസും പ്രോഗ്രാംസും ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് തരും. ഇന്റേൺഷിപ്പ് ആയിട്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അത് ഉണ്ടാവുക, അല്ലാതെ തന്നെയുള്ള ഒരു ടെമ്പററി രീതിയിലൊക്കെ ജോബൊക്കെ അതിനകത്തേക്ക് വിളിക്കാറുണ്ട്. അടുത്ത വരുന്ന മറ്റൊന്നാണ് റിസർച്ച് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റുകളിലേക്കുള്ളത്. അതായത് ഗവൺമെന്റ് ഏജൻസിയും മാർക്കറ്റ് റിസർച്ച് ഫേംസും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ റിസർച്ച് അസോസിയേറ്റ്, റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വേക്കൻസീസ് വിളിക്കാറുണ്ട്. അപ്പോൾ അതിലെന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ഏരിയനെ പറ്റിയിട്ടോ ഒക്കെ ഒരു റിസർച്ച് അവർക്ക് ഇനിഷ്യേറ്റ് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെന്റ് ആവശ്യമായിരിക്കും. അപ്പൊ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ BA MA സോഷ്യോളജി പഠിച്ച ആളുകളായിരിക്കും കൂടുതൽ ക്ഷണിക്കുക. എന്നിട്ട് റിസർച്ച് അസിസ്റ്റന്റ്, അസോസിയേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ പോവുകയും ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്ന്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലുകയും അവിടെ പഠനങ്ങൾ നടത്തുകയും, അപ്പൊ ഏജൻസി നമ്മൾ ഗൈഡ് ചെയ്യും, നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ പഠനങ്ങൾ സാധ്യമാകാം, എന്നിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കും. ഈ പറയുന്ന ഏജൻസികൾക്കൊക്കെ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് ഫേംസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളിൽ എടുക്കാറുണ്ട്. അതായത് കമ്പനികളിൽ വരുമ്പോഴത്തേക്കും ഈ കമ്പനികൾ, ഇപ്പോൾ നമുക്കറിയാം ഏതൊരു കമ്പനി എടുത്താലും അവിടെ എപ്പോഴും എന്തുണ്ടാകും, ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. അപ്പൊ മാർക്കറ്റിൽ എപ്പോഴും ഓരോ ചേഞ്ചസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ അനലൈസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരു റിസർച്ച് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അടുത്ത വരുന്ന മറ്റൊന്നാണ് കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി എന്ന് പറയുന്നത്. അതായത് കൗൺസിലിംഗ് സെന്റേഴ്സിൽ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ക്ലിനിക്ക്, ഈ പറയുന്ന മേഖലകളിൽ സോഷ്യോളജി പഠിക്കുന്ന ആളുകളെയാണ് കൂടുതലും ക്ഷണിക്കാറുള്ളത്. അതായത് BA സോഷ്യോളജി MA സോഷ്യോളജി കഴിഞ്ഞവരാകുമ്പോൾ സമൂഹമായിട്ട് കുറച്ചുകൂടെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഈ പറയുന്ന സെന്റേഴ്സുകൾ നിരവധി പോസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അതായത് കൗൺസിലിംഗ് സെന്റേഴ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഷ്യോളജി പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത വരുന്ന മറ്റൊന്നാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ
നിരവധിയായിട്ടുള്ള NGOs എന്ത് ചെയ്യും, ഇത്തരത്തില് കമ്മ്യൂണിറ്റികളുടെ ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്നത് ഈ ട്രൈബൽ ഏരിയകളിലൊക്കെ ഉണ്ടല്ലോ, ട്രൈബൽ ഗ്രൂപ്പുകളുടെ ഇടയിലൊക്കെ മിക്കപ്പോഴും പഠനങ്ങൾ നടത്താനുള്ള ഒരു ഇത് ഉണ്ടാവാറുണ്ട്. അതായത് ഈ NGOs അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് വഴി അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ വഴിയായിട്ട് ഇത്തരത്തില് ഒരു ഏരിയയിലേക്ക് ചെല്ലുകയും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ അറിയുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തില് റിസർച്ച് അവിടെ ആവശ്യമായിരിക്കും. കാരണം ആ പ്രശ്നത്തെ പഠിക്കണം എന്നുണ്ടെങ്കിൽ പെരിഫറൽ ആയിട്ട് നമുക്ക് ചുമ്മാ അങ്ങനെ പോയിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റില്ലല്ലോ, അതിന് ആഴത്തിലേക്ക് ഇറങ്ങണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തില് MA സോഷ്യോളജി BA സോഷ്യോളജി കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളായിരിക്കും ആ ഒരു ജോലിയിലേക്ക് ക്ഷണിക്കുക. അപ്പൊ അവിടെ നമ്മൾ പോവുകയും അവരോട് അടുത്ത് ഇടപെടുകയും അങ്ങനെ നമുക്ക് അവരുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ ഗവൺമെന്റുമായിട്ട് അതിനെ കണക്ട് ചെയ്യും അല്ലെങ്കിൽ NGOs ആയിട്ട് അതിനെ കണക്ട് ചെയ്യും. അങ്ങനെ അവർക്ക് വേണ്ട അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയും. അതായത് ഹ്യൂമൻ റിസോഴ്സ് HR എന്ന് പറയുന്ന പോസ്റ്റുകൾ മിക്കപ്പോഴും മിക്ക കമ്പനികളിലും, അതായത് എല്ലാ കമ്പനികളും എല്ലാ കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഫേംസുകളിൽ, നേരത്തെ പറഞ്ഞില്ലേ കൗൺസിലിംഗ് ഫേംസ്, അവിടെയൊക്കെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ ഈ പറയുന്ന HR പോസ്റ്റുകൾ ഉണ്ടാകും. ഈ HR പോസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരുന്നത് എന്താ വെച്ചാല് അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങള് അതിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ ആ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിനെ നല്ല രീതിയിൽ സ്മൂത്ത് ആക്കുക, അവിടുത്തെ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ പോവുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ HR എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പൊ അവിടെയും നമ്മളെ ഈ പറയുന്ന സോഷ്യോളജി ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരെ ക്ഷണിക്കാറുണ്ട്. പിന്നെ അതിൽ വരുന്ന വേറെ എന്താ വെച്ചാല് MBA in HR. ഇപ്പൊ MA സോഷ്യോളജി നിങ്ങൾ കഴിയുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ MBA in HR ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ നിങ്ങൾക്ക് സാലറിയോട് കൂടി ഇപ്പൊ കമ്പനികൾ കൂടുതലും പറയുക MBA in HR ഓട് കൂടിയാണ്. അപ്പോൾ MA സോഷ്യോളജി കഴിഞ്ഞു MBA in HR ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു സാലറി നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ ആണ് ലോയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു എന്താ ഒരു ലീഗൽ വ്യവസ്ഥിതിയോട് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കണം, കുറച്ചും കൂടെ കമ്മിറ്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കണം എന്ന് തോന്നുകയാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലോയേഴ്സ്. അതായത് പറയുന്ന LLBയോ LLMO നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് ആഫ്റ്റർ BA സോഷ്യോളജി നിങ്ങൾക്ക് LLB ജോയിൻ ചെയ്യാം, അതിനുശേഷം LLM എടുക്കാം. അങ്ങനെ നിങ്ങൾക്കൊരു ലോയർ രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. വരുന്ന അടുത്ത മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് മീഡിയ പ്ലാനർ. അതായത് നമ്മൾ സോഷ്യോളജി ഇത്ര ആലോചിച്ചാൽ കേട്ടോ എല്ലാ മേഖലകളിലും നമുക്ക് ജോലികളുണ്ട്, മീഡിയ നമ്മൾ വിട്ടിട്ടില്ല. മീഡിയ പ്ലാനർ എന്ന് പറയുമ്പോൾ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, കണ്ടന്റ് റൈറ്റിംഗ്, ഈ പറയുന്ന മേഖല, അതായത് കണ്ടന്റ്സുകളൊക്കെ നമ്മൾ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കണ്ടന്റുകൾ എഴുതുക, അതോടൊപ്പം തന്നെ ജേർണലിസം ഇതിനകത്തൊക്കെ നമുക്ക് എന്തുണ്ട് കുറെ കരിയർ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊന്നാണ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന് പറയും. അതായത് മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിനെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന മാനേജ്മെന്റ് കൺസൾട്ടന്റ്. അവിടെയും പ്രധാനമായിട്ട് വിളിക്കുക BA MA സോഷ്യോളജി ഒക്കെ കഴിയുന്ന ആളുകൾക്ക് കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് തുറക്കാറുണ്ട് കേട്ടോ. അടുത്ത വരുന്നതാണ് ഇതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പേയിങ് ജോബ്സ് ഏതാണെന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഇപ്പൊ നിരവധി ജോബ് ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഇനി അതുകൂടാതെ ഇതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പേയിങ് ഓപ്ഷൻസ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തത് പ്രൊഫസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ BA കഴിഞ്ഞു MA ചെയ്യാണ്, MA കഴിഞ്ഞു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ MA തീരാറായിരിക്കണം, അപ്പൊ തന്നെ നിങ്ങൾ എന്ത് എഴുതണം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് എഴുതുക. അത് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ കോളേജുകളിലേക്ക്, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കയറുമ്പോഴും അവിടെ നിന്ന് തുടങ്ങി പിന്നെ കുറച്ച് പ്രൊഫസറിലേക്ക് ആകാൻ കുറച്ചുകൂടെ സമയം എടുക്കും, എന്നാലും അതൊരു സ്റ്റാർട്ടിംഗ് ആണ്, അതായത് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ MA കഴിഞ്ഞൊരു ടീച്ചിങ് പാഷനേറ്റ് ആണ്, ടീച്ചിങ്ങിൽ ഭയങ്കര പാഷനേറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഗോ ഫോർ ദ നെറ്റ് എക്സാം. അതായത് നെറ്റ് എക്സാമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. MA അതായത് ഇപ്പൊ നിങ്ങൾ MA ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ടീച്ചിങ് പാഷൻ ഉണ്ട്, കോളേജിൽ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നെറ്റ് ക്ലിയർ ചെയ്യാൻ നോക്കുക കേട്ടോ. അത് MA ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അടുത്തത് വരുന്ന മറ്റൊരു പേയിങ് ജോബ് എന്ന് പറയുന്നതാണ് കേന്ദ്രീയ വിദ്യാലയ ടീച്ചേഴ്സ് എന്ന് പറയും. അതായത് കേന്ദ്രീയ വിദ്യാലയ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പൊതുവെ അതിന് വരുന്ന എക്സാംസ് എന്ന് പറയുമ്പോൾ അതിന് വരുന്ന ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് B.Ed ആണ്. അതായത് ഇപ്പൊ നമ്മൾ BA സോഷ്യോളജി MA സോഷ്യോളജി കഴിഞ്ഞു B.Ed എടുക്കുകയാണ്, ദെൻ അതിനുശേഷം അതിൻ്റെതായിട്ടുള്ള ഒരു കുറെ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാകും. അതും നമ്മൾ
ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് പഠിപ്പിക്കാനായിട്ട് പോകാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ HR റെപ്രസെന്റേറ്റീവ്സ്. അതായത് HR റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കമ്പനികളിലും തന്നെ, അല്ലെങ്കിൽ ഒരുവിധം എല്ലാ കമ്പനികളിലും തന്നെ ഇത്തരത്തിലൊരു HR പോസ്റ്റുകൾ ഉണ്ടാകും. ഇതിൽ MBA ഉണ്ടാകും, ഇതുപോലെ തന്നെ BA സോഷ്യോളജി, MA സോഷ്യോളജി കഴിഞ്ഞ ആളുകൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. MBA കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഓപ്ഷൻസ് അവിടെ തുറക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഹൈ പേയ്മെന്റ് നമുക്ക് ലഭിക്കാറുണ്ട്. പിന്നെ വരുന്ന ഒരു ഹയസ്റ്റ് പേയിങ് ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നതാണ് ഓൺലൈൻ ടീച്ചിങ്. അതായത് നിങ്ങളിപ്പോ ഇന്ന് നിങ്ങളെ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ ആയിട്ടുള്ള കുറെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലേ. നമ്മുടെ ഇപ്പൊ ലേൺവൈസ് പോലുള്ള നിരവധി പ്ലാറ്റ്ഫോമുകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന സോഷ്യോളജി പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ജോബിലേക്ക് നിങ്ങൾ MA കഴിഞ്ഞ് അല്ലെങ്കിൽ BA കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസിന് പോവാട്ടോ. അതായത് ഇപ്പൊ BA കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇതുപോലെ ലേൺവൈസ് പോലുള്ള അനേകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും അങ്ങനെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഇൻകം ഇപ്പോഴേ ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ വരുന്ന മറ്റൊരു ഹയസ്റ്റ് പേയിങ് ജോബ് എന്ന് പറയുന്നതാണ് കൗൺസിലിംഗ്. അതായത് നിരവധിയായിട്ടുള്ള കൗൺസിലിംഗ് സെന്റേഴ്സുകളിൽ ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് MAയും BAയും കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ നിരവധിയായിട്ട് തുറന്നു കിട്ടുന്നുണ്ട്. അപ്പോ ആസ് എ കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനായിട്ട് ഉള്ളത് ഇങ്ങനെയാണ്. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു ജോബ് ഓപ്ഷൻസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് ഇനിയും അനേകം ജോബ് ഓപ്ഷൻസ് സോഷ്യോളജി പഠിച്ചിറങ്ങുന്ന ആളുകളുടെ മുന്നിലുണ്ട്. പക്ഷെ ആസ് എ നമ്മളൊരു സോഷ്യോളജിസ്റ്റ് ആയിരിക്കുമ്പോൾ നമ്മളൊരു ജോലി എന്തായാലും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും നമ്മളൊരു എന്ത് പഠിക്കുന്നതിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു ജോബിനെ നോക്കിയിട്ട് തന്നെയാണ്. പക്ഷേ അതിലുപരിയായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ചില സാധനങ്ങളുണ്ട്. അതായത് നിങ്ങളെ സോഷ്യോളജി പഠിച്ചിറങ്ങുന്ന ഒരാളില് എപ്പോഴും ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമതായി നമ്മളൊരു സമൂഹവുമായിട്ടുള്ള ഒരു പ്രതിബദ്ധത അവിടെ ഉണ്ടാവുകയാണ്. അതായത് സമൂഹത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മളൊരു സമൂഹ ജീവിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അബിലിറ്റി ഒക്കെ തന്നെ BA MA സോഷ്യോളജിയിലൂടെ നമ്മൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അതായത് ഒരു ബയോളജിക്കൽ ബീയിങ്ങിൽ നിന്നുകൊണ്ട് നമുക്കൊരു സോഷ്യൽ ബീയിങ്ങിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കൃത്യമായി അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് നമുക്ക് പറയുന്ന സബ്ജക്ട് നിങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആഫ്റ്റർ BA സോഷ്യോളജി അല്ലെങ്കിൽ ആഫ്റ്റർ MA സോഷ്യോളജി നിങ്ങൾ വളരെ അതായത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സുകളിൽ വളരെ ഒരു വലിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ലിജിന മാം നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സോഷ്യോളജി എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് എന്നുള്ളത് നല്ല ക്രിസ്പായിട്ട് മാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ലിജിന മാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ ഞാനിപ്പോ സോഷ്യോളജി പഠിച്ച സമയത്ത് എനിക്ക് ഇതുപോലെ പറഞ്ഞു തരാൻ ലിജിന മാമിനെ പോലെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിജിന മാമിനെ പോലെയുള്ള വെൽ നോൺ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, ഫാക്കൽറ്റീസ്, ലേൺവൈസിന്റെ ഫാക്കൽറ്റീസ് തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഇത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടുള്ളത്. ഇപ്പോ മാം പറഞ്ഞു BA സോഷ്യോളജി കഴിയുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ റെഗുലർ ആയിട്ടുള്ള കോഴ്സസ് ചെയ്യാനായിട്ട് പറ്റും. സോഷ്യോളജിയുടെ കോഴ്സസ് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ MA കഴിഞ്ഞിട്ടുള്ള ലേണേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് UGC നെറ്റ് എക്സാം പോലുള്ള എക്സാംസ് എടുക്കാം, ടീച്ചിങ് ഫീൽഡ് ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ടീച്ചിങ് ഫീൽഡ് ചൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്ന ഒരാളല്ല. പക്ഷെ സബ്ജക്റ്റിനെ ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സബ്ജക്റ്റിനോട് അത്രയും ഇഷ്ടം നമുക്ക് വരികയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏതൊരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റണം. നമ്മൾ സ്നേഹിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ആ സബ്ജക്റ്റിനോട് ആഴത്തിനനുസരിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള പ്രോഗ്രസ്സും നമ്മുടെ ലൈഫിലേക്ക് വരും. ഇപ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പോലുള്ള യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് എക്സാം എഴുതി കയറാൻ പറ്റും. ഇപ്പൊ BA കഴിഞ്ഞിട്ടുള്ള ലേണേഴ്സിനാണ് എങ്കിൽ അപ്പൊ അവർക്ക് സ്റ്റേഫൻഡും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് 5 വർഷം എന്റെ MA കഴിയുന്നത് വരെയും എനിക്ക് സ്റ്റേഫൻഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോ എനിക്ക് സ്റ്റേഫൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് പഠിച്ചത്. കാരണം നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്റ്റേഫൻഡ് കൊടുക്കത്തുള്ളൂ. അപ്പൊ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസും സ്കോളർഷിപ്പ് എക്സാമിനേഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സാമിനേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളും എഴുതണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ PSC പോലുള്ള എക്സാംസുകൾ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്, ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ലേണേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പോ പുതിയതായിട്ട് വിളിച്ചിട്ടുണ്ട് അല്ലെ മാം, ICDS അതുപോലെയുള്ള പ്രൊബേഷൻ ഓഫീസർ ഇതുപോലുള്ള PSC എക്സാമുകൾ വിളിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ പറയുന്നത് സോഷ്യോളജി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത്തരത്തിലുള്ള എക്സാമുകൾ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്രയും നമ്മുടെ ഈ പറയുന്ന സർക്കിൾസ് കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മറ്റുള്ള സ്ട്രീമുകാരെ കുറച്ച് ഒഴിവാക്കിയിട്ട് സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ. എന്തിനാ ഈ സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ജോബ്സുകൾ കൊണ്ടുവരുന്നത്? കാരണം അവർക്ക് സമൂഹത്തിനെ പറ്റി ആഴത്തിൽ മനസ്സിലാക്കാൻ അവരെ കൊണ്ട് പറ്റും.
എന്നുള്ളതും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സോഷ്യൽ പ്രോബ്ലം വരികയാണ് എങ്കിൽ അത് മാറ്റാനായിട്ടും അവരെ കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൊഫഷൻസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരുന്നത്. അപ്പൊ സബ്ജക്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ ഒരു സബ്ജക്ട് ഇപ്പൊ നിങ്ങൾ പറയും ഞങ്ങളിപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലല്ലല്ലോ എന്നുള്ളത് പറയും. പക്ഷേ ഇഗ്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്, ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഉപയോഗമുണ്ട്. അത് നിങ്ങളുടെ സിലബസ് ഡീകോഡിംഗ് സെക്ഷൻ എടുത്തപ്പോൾ വാണി മാമും ഗൗരി മാമും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ മറന്നു പോയോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇപ്പൊ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച ഒരാളാണ്. അപ്പൊ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ റിസീവ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് ശ്രീ വെങ്കയ്യ നായിഡു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫോമർ വൈസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഗോൾഡ് മെഡൽ റിസീവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും കിട്ടും. അപ്പൊ എന്റെ മെന്റർഷിപ്പിനകത്ത് വരുന്ന ലേണേഴ്സ് ആയിട്ടുള്ള നിങ്ങളും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഗോൾഡ് മെഡൽ റിസീവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഓഫർ ചെയ്ത് തരുന്നുണ്ട്. കാരണം ഫസ്റ്റ് വരുന്ന 3 റാങ്കിലുള്ള ലേണേഴ്സിന് ഗോൾഡ് മെഡൽ റിസീവ് ചെയ്യുന്നതാണ് എന്നുള്ളത് വാണി മാം ഗൗരി മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും വരും. അപ്പോൾ എന്റെ മെന്റർഷിപ്പിനകത്ത് വരുന്ന നിങ്ങളുടെ BA സോഷ്യോളജിയിലെ സ്റ്റുഡൻസും MA സോഷ്യോളജിയിലെ സ്റ്റുഡൻസും നല്ല രീതിയിലുള്ള പ്രോഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സബ്ജക്റ്റിനെ പറ്റിയിട്ട് കാര്യമായിട്ട് മാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് പല ഫീൽഡുകളിലേക്കും ഇതിന് കഴിഞ്ഞതിന് ശേഷം MA കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ BA കഴിഞ്ഞതിന് ശേഷം മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. മാമിനോട് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എങ്കിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഇത്രയും പറഞ്ഞ കാര്യത്തിനകത്ത്? എന്തെങ്കിലും ഒരു കരിയർ എടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇതൊക്കെ സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ളവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിക്ക് വലിയ കരിയർ സ്വപ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ നെറ്റ് റിസർച്ച് ഒക്കെ അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ മാം പറഞ്ഞല്ലോ അതിന്റെ കൂടെ തന്നെ നെറ്റിന്റെ ഇത് ചെയ്യാൻ പറഞ്ഞില്ലേ, ഈ MA എടുക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് നെറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ എന്നെ നെറ്റ് എഴുതിയെന്ന് പറയുന്നത് ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ നെറ്റ് എഴുതുക ചെയ്തത്. അപ്പൊ എനിക്ക് അന്നേരം ഒരു ഓപ്പർച്യൂണിറ്റി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തിനകത്ത് ആ നെറ്റിന് ഞാൻ ക്വാളിഫൈഡ് ആയിരിക്കണം. എന്റെ ഡിഗ്രി പ്രോഗ്രാം 2 വർഷത്തിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ തന്നെ കിട്ടി. ഞാൻ MA ഫസ്റ്റ് ഇയർ കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നെറ്റ് എഴുതാനായിട്ട് പറ്റും. നെറ്റ് ഇപ്പോൾ എക്സാം വരുന്നത് വർഷത്തിൽ 2 തവണയല്ലേ മാം വരുന്നത്? അതെ, 2 തവണയാണ് നെറ്റ് എക്സാം വിളിക്കുന്നത്. അപ്പൊ നെറ്റ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പഠിക്കുന്ന സിലബസ് തന്നെയാണ് നെറ്റ് എക്സാമിന്റെ സിലബസ് വരുന്നത്. സോഷ്യോളജിക്കൽ തിയറീസ് പഠിക്കാനുണ്ട്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കാനുണ്ട്, ഓരോ തിങ്കേഴ്സിനെയും ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം. നിങ്ങൾ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റും സോഷ്യോളജിക്കൽ തിയറി ഒക്കെ പഠിക്കുന്ന ലേണേഴ്സ് അല്ലേ? അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ബ്ലോക്കുകളൊക്കെ? സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഇതേപോലുള്ള കോൺസെപ്റ്റ്സുകളാണ് കൂടുതലായിട്ട് അതിനകത്ത് വരുന്നത്. പിന്നെ നേരത്തെ സോഷ്യോളജിയുടെ പേപ്പർ 2 പേപ്പറുകളായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഒരു പേപ്പർ ഉണ്ട്, അത് മാത്സ്, ജനറൽ എബിലിറ്റി, ടീച്ചിങ് എബിലിറ്റി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 1 എന്ന് പറഞ്ഞൊരു പേപ്പറിനകത്ത് വരുന്നത്. സെക്ഷൻ 2 എന്ന് പറഞ്ഞ പേപ്പറിനകത്ത് നേരത്തെ സെക്ഷൻ 2 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ സെക്ഷൻ 2 മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റിനെ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈഡ് ആക്കിയിട്ടുണ്ട് അല്ലെ? ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ എക്സാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി വേണമെങ്കിൽ അത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് പോവാവുന്നതാണ്. വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. നെറ്റ് എഴുതി കഴിഞ്ഞാൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട് കയറാനും പറ്റും കേട്ടോ. മാഡം, ഞാൻ അമലാണേ. അമലെ പറയൂ. ഞാൻ ഒരു ഫിലിം മേക്കർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൽ കൂടുതൽ നമ്മുടെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഓരോ കമ്മ്യൂണിറ്റീസിലും നമ്മൾ ഒത്തിരി പുറം ലോകമായിട്ടൊക്കെ ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെ ഫിലിം അതിലൂടെ കണ്ടന്റ് വഴി എനിക്ക് അറിയിക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കോഴ്സ് എടുത്തതിൽ ഇത് പഠിക്കുന്നതിലും പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. കാരണം അമലിനെ പോലെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാലോ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സോഷ്യലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരും ഓരോ ഇൻഡിവിജ്വൽ കാറ്റഗറി പെട്ടവരോ ഓരോ കമ്മ്യൂണിറ്റീസിൽ പെട്ടവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഒരു 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 കുറച്ച് ശതമാനം പേർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാത്തവരിലേക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് സോഷ്യലായിട്ട് ഒത്തിരി മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? അതെ, ഞാൻ അമലിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ഇങ്ങനെ ഒരു വിഷൻ ആയിട്ടോടെ ഈ സബ്ജക്റ്റോട് മുന്നോട്ട് എടുത്തു വന്നതിന്
അമലിനോട് ഒരു പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. കാരണം സമൂഹത്തിലത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പലരും ആ പ്രശ്നങ്ങളൊന്നും റെക്ടിഫൈ ആക്കി പോകുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള റെക്ടിഫൈ ആക്കി പോവാത്തത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ നിങ്ങൾ തന്നെ എടുത്തു നോക്കി മനസ്സിലാവും. അപ്പൊ ജുവൻവൈൽ ഡെലിക്വൻസി, കുട്ടികൾ ഒരുപാട് ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്നതിനകത്ത് കൂടുതലായിട്ട് ഇൻവോൾവ് ആണ്. എന്തുകൊണ്ട് ഈ ക്രൈമുകൾ കുട്ടികൾ കമ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, ഇപ്പൊ സ്റ്റുഡൻസ്, ഇപ്പൊ നമ്മൾ പാരന്റ്സ് ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യാണ്. ഇപ്പൊ അത് വളരെയേറെ കൂടി വന്നിട്ടുണ്ട്. പണ്ടൊന്നും ഇത്ര കൂടുതൽ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്ന് റെക്ടിഫൈ ആക്കേണ്ടത്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് റെക്ടിഫൈ ആക്കേണ്ടത്. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള ഒരു സോഷ്യൽ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സൂയിസൈഡുകൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ സോഷ്യോളജിസ്റ്റ് ആയ തക്കയും പറയുന്നത്. അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ അമൽ പറഞ്ഞ പോലെ അമലിന് ഇങ്ങനെയൊക്കെ ഒരു സോഷ്യൽ, ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ നോക്കിക്കാണുന്ന രീതി ഒന്ന് നോക്കി, നമ്മളെ നോക്കിക്കാണുന്ന പോലെയാണോ അവരെ നോക്കിക്കാണുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരണം. അത് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് സോഷ്യോളജി പഠിക്കുന്ന നിങ്ങളെ പോലുള്ള ലേണേഴ്സിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ അമലിനെ പോലെയുള്ള ആൾക്കാരെയാണ് നമ്മൾക്ക് വേണ്ടത്. എനിക്ക് ഈ ക്ലാസ്സിൽ ഒരുപാട് അമലിനെ വേണം. അതേപോലുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ലേണേഴ്സിനെ എനിക്ക് വേണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തോട്ട്സുകളും പെർസ്പെക്റ്റീവ്സുകളും ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ബ്രോഡർ ആക്കാനായിട്ട് ശ്രമിക്കുക. മാം, ഈ നെറ്റിന് നെഗറ്റീവ് മാർക്ക് ഇല്ലേ? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലേ? ഉണ്ട്. ലിജിന മാം, അത് എത്രയാണെന്ന് അറിയാം? അതിന്റെ കട്ട് ഓഫ് എത്രയാണ്? സോഷ്യോളജിയിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. സോഷ്യോളജിയിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല എന്നാണ് മാം പറയുന്നത്. ഓക്കെ, അത് ബാക്കി സ്ട്രീംസ് ആണ്. സോഷ്യോളജിയിൽ നെഗറ്റീവ് മാർക്സ് വരത്തില്ല. ഇപ്പൊ ടോപ്പ് ആയിട്ട് സ്കോർ ചെയ്യുന്ന അങ്ങനെ എന്തോ അല്ലേ നെറ്റിന്റെ ഇത് വരുന്നത്? പെർസെന്റേജ് ഉണ്ട്. അതായത് നമ്മൾ ഇത്ര 2 സബ്ജക്റ്റിനും ഒരു പെർസെന്റേജ് വരും, 2 സബ്ജക്റ്റിനും കൂട്ടിയിട്ട്. ആ പെർസെന്റേജിൽ വരുന്ന ആളുകളെ മാത്രമേ നമ്മൾ എടുക്കൂ. അതായത് ഇപ്പൊ എല്ലാവരും തന്നെ 2 പേപ്പേഴ്സിൽ, അതായത് ജനറൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. അപ്പോൾ ജനറൽ പേപ്പറിനെയാണ് പേപ്പർ 1 എന്ന് നമ്മൾ പറയാ. അതിൽ വരെ നമ്മൾ കോംപ്രഹെൻഷൻസ് വരും, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അബിലിറ്റീസ് നോക്കും, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് നോക്കും, പിന്നെ ആപ്റ്റിറ്റ്യൂഡ്സ് നോക്കും. ഇതാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നതാണ് നമ്മുടെ സോഷ്യോളജി. അതായത് സോഷ്യോളജിയിൽ നമ്മൾ BA-യിലും MA-യിലും പഠിക്കുന്ന കുറച്ചും കൂടിയൊക്കെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനങ്ങളായിരിക്കും അതിനകത്ത് ചോദിക്കുക. അതായത് ഇപ്പൊ BA-യിലും MA-യിലും വരുന്നതിന്റെ തന്നെ കുറച്ചൊരു ഉള്ളിലേക്ക് ഇറങ്ങി ചോദിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ പാസ് ആവണം. ഇപ്പൊ ഫസ്റ്റത്തേത് 100ഉം പിന്നീട് വരുന്നത് 200ഉം ആയിരിക്കും. അതിൽ 2 വിഷയത്തിലും പാസ്സായി അതിൽ ഒരു ശതമാനം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര ശതമാനം എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ആ ശതമാനത്തിൽ എത്തുന്നവർക്ക് മാത്രമേ ആ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റൂ. പിന്നെ അതിലും സോർട്ട് ഔട്ട് ചെയ്തിട്ട് വരുന്നവർക്കാണ് JRF ലഭിക്കുക. അപ്പോഴാണ് നമ്മൾ റിസർച്ചിൽ സ്റ്റൈപ്പൻഡോട് കൂടി ചെയ്യുക എന്നുള്ളൊരു സംഭവം അവിടെയാണ് വരുന്നത്. എല്ലാവർക്കും നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇപ്പൊ JRF എഴുതുന്നതിന് മാം എത്ര ടൈമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഉണ്ടോ? JRF-ന്റെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നെറ്റ് നമുക്ക് എപ്പോ വേണമെങ്കിലും എഴുതാം, നെറ്റ് നമുക്ക് ക്ലിയർ ചെയ്യാം. നെറ്റ് ലൈഫ് ലോങ് ആണ്. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ് നെറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഒരു തവണ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് JRF നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിസർച്ചിന് കയറണം. JRF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെറ്റ് ആൻഡ് JRF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് JRF-ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നെറ്റ് ഒള്ളി എന്ന് മാത്രം കൊടുക്കണം. അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ഒള്ളി. നിങ്ങൾക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അതിന്റെ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒള്ളി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ക്ലിയർ ആയോ വിദ്യ? JRF-ന്റെ ഫുൾ ഫോം എന്താ? ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഓക്കെ, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നെറ്റിന്റെ കോച്ചിങ് ഇല്ലല്ലോ. കോച്ചിങ് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾ നമ്മുടെ സബ്ജക്ട്സ് ആഴത്തിൽ പഠിച്ചാൽ മതി. അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ്. MA സോഷ്യോളജിയിലെ തന്നെ കുറെ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ നെറ്റിലും ചോദിക്കുക. അതായത് BA-യും MA സോഷ്യോളജിയിലും നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണ്. അതിനെ നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ, അതായത് ഇപ്പോ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ പഠനം അനുസരിച്ചിരിക്കും. അതാണ് കറക്റ്റ് പറയാനുള്ളത്. ശരിക്കും പഠിക്കുക, അതായത് സിലബസ് ഓറിയന്റഡ്, നെറ്റിന്റെ സിലബസ് ഒന്ന് എടുക്കുക, ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ UGC ഈ പാഠശാല എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. നെറ്റ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സൈറ്റ് ഉള്ളത്. ആ ഒരു സൈറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ സോഷ്യോളജിയുടെ ഓരോ പേപ്പേഴ്സും ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ത്യയിലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് ആണ് അത്തരത്തിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ എഴുതുന്നത്. അപ്പൊ ആ ഒരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ഞാൻ BA ഹിസ്റ്ററി ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ B.Ed സോഷ്യൽ സയൻസ് എടുത്ത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പുതിയ വിദ്യാഭ്യാസ പരിഷ്കാര പ്രകാരം ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ആക്കുന്നത് കൊണ്ട് തന്നെ PG എന്തായാലും വേണമെന്നുണ്ട്. അപ്പോൾ BA ഹിസ്റ്ററി എടുത്ത് എനിക്ക് MA സോഷ്യോളജി പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ടെൻഷനിലാണ് ഞാൻ.
BA ഹിസ്റ്ററി എടുത്തിട്ട് ഇപ്പോ MA സോഷ്യോളജി MA എടുക്കുന്നുണ്ട്. സോഷ്യോളജി എടുത്തത്. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം BAയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം MA സോഷ്യോളജിനെ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പോണില്ല. എക്സാമിനൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തുകൂടെ ഇങ്ങനെയുള്ള ലേണേഴ്സിന്? സെയിം മൈ പൊസിഷൻ, സെയിം BA ഹിസ്റ്ററി ആൻഡ് B.Ed കഴിഞ്ഞു ഫിർ MA സോഷ്യോളജി. അതൊരു പ്രശ്നമാകത്തില്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അതായത് നമ്മൾ ശരിക്കും പറയുമ്പോൾ BA കഴിഞ്ഞ് അതേ സ്ട്രീംസ് തന്നെ MA എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വരാൻ കാര്യം. പക്ഷെ അങ്ങനെയില്ല. നമ്മൾ MA സോഷ്യോളജി എടുക്കുമ്പോൾ ശരിക്കും എല്ലാ വിഷയവും തുടങ്ങുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു എന്താ പറയാ, ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ BAയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങളത് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ തന്നെ, അതായത് കുറച്ചും കൂടിയൊക്കെ BAയിൽ പഠിച്ച സാധനം തന്നെ നമ്മൾ MAയിലും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു BAക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു അതേപോലെയാണ് MAയുടെ കോഴ്സ് സ്ട്രക്ചറും സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയ്യാം. കാരണം മറ്റുള്ള ലേണേഴ്സിനെ കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള കോഴ്സ് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കും, ഒരു ഹിസ്റ്ററി എടുക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്ന ഒരാൾക്ക് MA ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ വരുമ്പോൾ ആൾക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ടേ സോഷ്യോളജി എന്താണ് എന്നുള്ളത്. ഇപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇഗ്നൂല് മാത്രമല്ല, ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ബേസിക് തൊട്ട് പറഞ്ഞു തരും. സോഷ്യോളജിയുടെ പിതാവ് ആരാണെന്ന് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. MA സോഷ്യോളജി എടുക്കുമ്പോഴും. അതുകൊണ്ട് അത് വലിയൊരു പാടായി തോന്നില്ല നിങ്ങൾക്ക്. അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് ആണ്. ഈ ആക്ഷൻ ടാസ്ക് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കുപേഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് എങ്കിൽ ആ ഒക്കുപേഷൻ ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് ഷെയർ ചെയ്ത് തരേണ്ടത്. ഇതാണ് ഇന്നത്തെ ആക്ഷൻ ടാസ്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ആക്ഷൻ ടാസ്ക് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് തരും. സോ ഇന്നത്തെ സെക്ഷൻസ് ഇവിടെ ഫൈൻഡ് അപ്പ് ആവുകയാണ്.